ജോയ് മരിച്ച ഒരു മാസം കഴിഞ്ഞിട്ടും ആമയിഴഞ്ചാൻ തോടിന്റെ അവസ്ഥയ്ക്ക് മാറ്റമില്ല. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നഗരസഭ കടുത്ത നടപടി സ്വീകരിച്ചെങ്കിലും ഇപ്പോഴും തോട്ടിൽ മാലിന്യം എറിയുന്നതിനും കുറവില്ല. റെയിൽവേ ടണലിലും തോടിന്റെ മറ്റു ഭാഗങ്ങളിലും വലിയ രീതിയിലാണ് മാലിന്യക്കൂമ്പാരം രൂപപ്പെട്ടിട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കോരിയിട്ട മാലിന്യമല നീക്കം ചെയ്യാൻ പോലും റെയിൽവേക്ക് സാധിച്ചിട്ടില്ല. റെയിൽവേ സ്റ്റേഷന്റെ പവർ ഹൌസ് സമീപമുള്ള കവാടത്തിലാണ് ഞാനുള്ളത്. ഇവിടെ എന്റെ പുറകിൽ കാണുന്നത് ആമയിഴഞ്ചാൻ തോടിന്റെ ഭാഗമാണ്. അതായത് ജോയ് വീണ ടണലിന്റെ മറുവശം. ഇവിടെയും അന്ന് വലിയ രീതിയിൽ മാലിന്യ നീക്കം നടത്തിയതാണ്. ജോയിയെ കണ്ടെത്താനായി, രക്ഷിക്കാനായി മാലിന്യ നീക്കം നടത്തിയത്. ഇപ്പോഴും അവിടേക്ക് മാലിന്യങ്ങൾ ഒഴുകി വന്ന് കിടപ്പുണ്ട്. അതുമാത്രമല്ല കാണേണ്ടത്, അന്ന് വലിയ രീതിയിലുള്ള മാലിന്യ മല തന്നെ ഈ ടണലിലുണ്ടായിരുന്നു, വെള്ളത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇതിനടുത്ത്, എന്റെ തൊട്ടടുത്ത് ഒരു മാലിന്യ മലയായി ഇവിടെ ഒരു പ്രദേശം മാലിന്യം കൂടിക്കിടക്കുന്നു. ഒരു വലിയ രീതിയിൽ മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നു. ഇത് ജോയ് വീണ ദിവസം അദ്ദേഹത്തെ കണ്ടെത്താനായി, രക്ഷിക്കാനായി അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തിയപ്പോൾ ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്ന് മാറ്റിയ മാലിന്യമാണ്. അത് ഒരു മാസം പിന്നിടുമ്പോഴും ഇവിടെ നിന്ന് എടുത്തു മാറ്റാൻ പോലും റെയിൽവേ അധികൃതർ തയ്യാറായിട്ട്, എത്രത്തോളം ഉത്തരവാദിത്വമില്ലായ്മ അവരുടെ ഭാഗത്തുണ്ടാകുന്നതിന് ഏറ്റവും വലിയ തെളിവായത് കാണണം. റെയിൽവേ സ്റ്റേഷനിൽ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലത്താണ് ഇങ്ങനെ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇതൊരു പാർക്കിംഗ് ഏരിയയാണ്. റെയിൽവേയുടെ പവർ ഹൌസ് ഗേറ്റ് വഴി വരുന്ന ആളുകൾ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് പോകുന്ന പ്രദേശം കൂടിയാണ്. അവിടെയാണ് ഈ രീതിയിൽ മാലിന്യം ഇപ്പോഴും കുന്നുകൂട്ടി ഇട്ടിരിക്കുന്നത്. ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ആളുകൾ മാലിന്യം വലിച്ചെറിയുന്നതിനും തോട്ടിലൂടെ മാലിന്യം ഒഴുകി വരുന്നതിന് ഇപ്പോഴും ഒരു കുറവുമില്ല എന്നത് ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. ജോയ് വീണ ആമയിഴഞ്ചാൻ തോട്ടിന്റെ ആ ഭാഗത്താണ്, തമ്പാനൂരാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അത് നേരത്തെ അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യമാകാം ഒരുപക്ഷെ ഈ വശത്ത് കാണുന്നത്. പക്ഷേ അവിടെ നിന്ന് ഒഴുകി വന്ന് നഗരവാസികൾ പുറന്തള്ളുന്ന എല്ലാ മാലിന്യങ്ങളും നേരത്തെ ഉള്ളതുപോലെ തന്നെ ഇവിടെ ഒരു ബാരിക്കേഡ് വെച്ച് ഈ മാലിന്യങ്ങൾ കടന്നു പോകാതെ തടഞ്ഞു നിർത്താൻ വേണ്ടിയുള്ള ബാരിക്കേഡ് തടഞ്ഞു നിർത്തുന്നു. ഫുട്ബോളുകൾ, ആളുകൾ, കുട്ടികളൊക്കെ കളിച്ച് എറിയുന്ന പഴയ ഫുട്ബോളുകളൊക്കെ ആകാം. ആ ഫുട്ബോളുകൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ വലിയൊരു കൂമ്പാരം. നഗരസഭയും പോലീസുമൊക്കെ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ വലിയ ജാഗ്രതയോട് രാത്രികാല പരിശോധന അടക്കം നടത്തുമ്പോഴും അതൊന്നും ആളുകൾക്ക് കാര്യമില്ല. ഇപ്പോഴും മാലിന്യങ്ങൾ അതേപടി ഉപേക്ഷിക്കപ്പെടുന്നു, ചാക്കുകൾ കെട്ടി ഉൾപ്പെടെ ഉപേക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിന് വളരെ വ്യക്തമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇതിന് തൊട്ടപ്പുറത്തെ ഭാഗത്താണ് ജോയി മാലിന്യം നീക്കം ചെയ്യാൻ ഇറങ്ങിയത്. ആ ടണലിന്റെ അടിഭാഗത്ത്, അതിന്റെ തുടക്കത്തിൽ ഇവിടെ നിന്ന് മാലിന്യങ്ങൾ തടയുന്നെങ്കിലും കുറേ മാലിന്യങ്ങൾ ഇപ്പോഴും അതിനടിയിൽ പ്ലാസ്റ്റിക് കുപ്പികളടക്കം വലിയ രീതിയിൽ ഇപ്പോഴും അവിടെ അടിഞ്ഞുകൂടി കിടക്കുന്നു. എന്താണോ ജോയ് എന്ന ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തത്, എന്തിനു വേണ്ടിയാണോ അദ്ദേഹം വെള്ളത്തിലിറങ്ങിയത്, അതേ അവസ്ഥ ഇപ്പോഴും ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ഭാഗത്ത് തുടരുന്നു എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നത്. പാറ്റൂർ ഭാഗത്തെ അവസ്ഥയാണിത്. നേരത്തെ എങ്ങനെയായിരുന്നു ഈ ആമയിഴഞ്ചാൻ തോട്ടിലൂടെ മാലിന്യങ്ങൾ ഒഴുകിപ്പോരുന്നത്, അത് അതേപടി ഇവിടെ ഇപ്പോഴും. ഇത് നഗരസഭ ഈ മാലിന്യങ്ങൾ ഒരിടത്ത് കൂട്ടിയിട്ട്, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം ഒരിടത്ത് കൂട്ടിയിട്ട് പിന്നീട് എടുത്തു മാറ്റാനായി തടഞ്ഞു നിർത്തിയിരിക്കുന്നതാണ്. ഈ രീതിയിലാണ് ഇവിടെ മാലിന്യങ്ങൾ. നേരത്തെ ജോയ് മരിച്ചതിന്റെ അടുത്ത ദിവസം, ജോയ് വെള്ളത്തിൽ പോയതിന്റെ അടുത്ത ദിവസം നമ്മൾ വാർത്താ റിപ്പോർട്ടിനോട് എത്തുമ്പോൾ കണ്ട അതേ കാഴ്ച ഇവിടെ ഇപ്പോഴുമുണ്ട്. വലിയ ചാക്കുകെട്ടുകൾ ഈ മാലിന്യ കൂമ്പാരത്തിനിടയിൽ നമുക്ക് കാണാനാകും. വലിയ ചാക്കുകെട്ടുകളിൽ മാലിന്യങ്ങൾ കൊണ്ട് ഈ തോട്ടിലേക്ക് ഇപ്പോഴും വലിച്ചെറിയുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പ്ലാസ്റ്റിക് കുപ്പികളുടെ വലിയൊരു കൂമ്പാരം ഇവിടെയുണ്ട്. ഇത് ഈ തോട്ടിന്റെ ഈ ഭാഗത്ത് ഒഴുകി വന്ന് ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്നതാണ്. ഇത്തരത്തിൽ എല്ലായിടത്തും നേരത്തെയൊക്കെ എങ്ങനെയായിരുന്നു ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് മാലിന്യം എത്തിയിരുന്നത്, അതേപോലെ ഇപ്പോഴും അത് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ പാറ്റൂർ ഭാഗത്ത് നിന്നും കാണാനാകുന്നത്.
ആമയിഴഞ്ചാൻ തോട് കണ്ണമ്മൂലയിൽ നിന്നൊഴുകി നെല്ലിക്കുഴി വഴി അണമുഖം ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്തെ കാഴ്ചകളാണിത്. വലിയ രീതിയിൽ വെള്ളത്തിലേക്ക് മാലിന്യങ്ങൾ ഒഴുകി വരുന്നത്, പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും ഒഴുകി വരുന്ന ഇവിടെ വ്യക്തമായി നമുക്ക് കാണാനാകും. നഗരവാസികൾ തള്ളുന്ന മാലിന്യങ്ങൾ ഇങ്ങനെ ആമയിഴഞ്ചാൻ തോടിലൂടെ ഒഴുകി ഇവിടെ നിന്നാണ് ഇനി അണമുഖം ഭാഗത്തേക്കും അവിടെ നിന്ന് ആക്കുളം കായൽ വഴി കടലിലേക്കും പോകേണ്ടത്. അതായത് നേരത്തെയൊക്കെ എങ്ങനെയാണോ ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിരുന്നത്, എങ്ങനെയാണോ നഗരവാസികൾ തങ്ങളുടെ വീടുകളിൽ എല്ലാ ഉപകരണങ്ങളും കേടായ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഇവിടെയും ഫ്രിഡ്ജിന്റെ ഒക്കെ ഭാഗങ്ങൾ ഇവിടെ കാണാനാകുന്നുണ്ട്. ചാക്കുകെട്ടുകളിലും പോളിത്തീൻ ബാഗുകളിലും കവറുകളിലും ഒക്കെ മാലിന്യങ്ങൾ കെട്ടി ഇവിടേക്ക് വലിച്ചെറിയുന്നത് ഇപ്പോഴും ഒരു തടസ്സവുമില്ലാതെ തുടരുന്നുവെന്ന് ഈ ദൃശ്യങ്ങൾ സാക്ഷിയാണ്. എത്ര അപകടമുണ്ടായാലും എന്തൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായാലും മലയാളി പ്രത്യേക തലസ്ഥാനവാസികൾ അതിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല. ദുരന്തങ്ങൾ ആവർത്തിക്കാനുള്ള വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാലിന്യങ്ങൾ ഇപ്പോഴും നഗരസഭയും പോലീസും ഒക്കെ കർശന നിലപാടെടുക്കുമ്പോഴും എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് എന്ന ധാരണയോടുകൂടി, എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് ധാരണയോടുകൂടി മിടുക്കരായി തലസ്ഥാനവാസികളിൽ വലിയൊരു വിഭാഗം ഇപ്പോഴും ഈ മാലിന്യങ്ങൾ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് തന്നെ വലിച്ചെറിയുകയാണ്. ക്യാമറാമാൻ സി വിനോദ് കുമാറിനൊപ്പം ബി വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം.